Hello, dear children. Now we are going to learn about Hardy-Weinberg principle of Chapter 5 Evolution. Hardy-Weinberg Tattvam. So, what is Hardy-Weinberg principle? It states that allele frequencies in a population are stable and constant from generation to generation. അതായത് എത്ര ജനറേഷൻസ് പോയാലും ആ പോപ്പുലേഷനിൽ അലീലിൻ്റെ ഏതെങ്കിലും ഒരു അലീൽ നമുക്ക് സെലക്ട് ഫോർ എക്സാമ്പിൾ ഹൈറ്റ് കൺട്രോൾ ചെയ്യുന്ന അലീൽ അല്ലെങ്കിൽ നമ്മുടെ ഹെയർ കളർ ഐ കളർ അപ്പം അങ്ങനെ ഒരു പോപ്പുലേഷന് ധാരാളം ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യണ അലീൽസ്. ഇങ്ങനത്തെ അലീൽസിൻ്റെ ഫ്രീക്വൻസീസ് എപ്പോഴും സ്റ്റേബിളായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ allele frequencies in a population are stable and constant from generation to generation. അപ്പോൾ ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ പ്രപ്പോസ് ചെയ്തത് GH ഹാർഡി. ഹാർഡി, a British mathematician, and W. Weinberg, German physician, in 1908. അപ്പോൾ ഹാർഡിയും വെയിൻബർഗും ചേർന്നിട്ടാണ് ഇങ്ങനെയൊരു പ്രിൻസിപ്പിൾ പ്രപ്പോസ് ചെയ്തത്. ടോട്ടൽ ജീൻസ് ആൻഡ് ദെയർ അലീൽസ് ഫൗണ്ട് ഇൻ എ പോപ്പുലേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ജീൻ പൂൾ. അപ്പോൾ ഒരു പോപ്പുലേഷനിൽ കാണുന്ന മൊത്തം ജീൻസും ആ ജീൻസിൻ്റെ മൊത്തം അലീൽസും ആ ടോട്ടൽ കൗണ്ട് അതിനെ പറയുന്നതാണ് ജീൻ പൂൾ. ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഇൻ എ പോപ്പുലേഷൻ. അതായത് ഈ ജീൻസിൻ്റെയോ അലീൽസിൻ്റെയോ ഫ്രീക്വൻസീസ് എപ്പോഴും സ്റ്റേബിളായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും ഇൻ എ പോപ്പുലേഷൻ. ദിസ് കൈൻഡ് ഓഫ് സ്റ്റെബിലിറ്റി അറ്റ് ദ ജനറ്റിക് ലെവൽ ഇസ് കോൾഡ് ജനറ്റിക് ഇക്വിലിബ്രിയം. അപ്പം ഇങ്ങനെ ഒരു കോൺസ്റ്റൻസി സ്റ്റേറ്റ്, അതായത് ചേഞ്ചസ് അല്ലെങ്കിൽ വേരിയേഷൻസ് വരാത്തൊരു സ്റ്റേറ്റ് ഏത് ലെവലിൽ? ജനറ്റിക് ലെവലിൽ. അപ്പോൾ ദിസ് കൈൻഡ് ഓഫ് സ്റ്റെബിലിറ്റി at the genetic level is called genetic equilibrium or Hardy-Weinberg equilibrium. ഇനി നമുക്ക് ഈ തിയറിയിൽ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സം ടോട്ടൽ ഓഫ് ഫ്രീക്വൻസീസ് ഓഫ് ഓൾ ദ അലീൽസ് ഈക്വൽ ടു 1. അതായത് നമ്മൾ കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് അതിനെ 1 എന്ന് കൊടുത്തത്. അതായത് ഒരു പോപ്പുലേഷൻ എടുത്തു, അതിലൊരു ക്യാരക്ടർ സെലക്ട് ചെയ്തു, അതിൻ്റെ അലീൽസിൻ്റെ കൗണ്ട് എടുത്തു, ആ അലീൽസിൻ്റെ മൊത്തം ഫ്രീക്വൻസീസ്, അതിൻ്റെ സം ടോട്ടൽ ഈക്വൽ ടു 1. ഇൻഡിവിജ്വൽ ഫ്രീക്വൻസീസ് ഓഫ് 2 അലീൽസ് ഓഫ് എ ജീൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് P ആൻഡ് Q. ഇപ്പോൾ 2 അലീൽസിൻ്റെ ഫ്രീക്വൻസീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് പിയും ക്യൂവും. ഇനി ഡിപ്ലോയിഡ്. ഇപ്പോൾ ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ 2 സെറ്റ് ഓഫ് ക്രോമസോംസ്. ഫോർ എക്സാമ്പിൾ അവർ കേസ് ഫ്രീക്വൻസി ഓഫ് അലീൽ എ, അതായത് 2 അലീൽസിൻ്റെ ഫ്രീക്വൻസീസ് ആണ് പറഞ്ഞത്. ഫ്രീക്വൻസീസ് ആണ് പിയും ക്യൂവും, അലീൽസ് എയും ബിയും ആണ്. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് അലീൽ എ ഈക്വൽ ടു പി, ഫ്രീക്വൻസി ഓഫ് അലീൽ സ്മോൾ എ ഈക്വൽ ടു ക്യൂ. അപ്പോൾ ഇതാണ് 2 അലീൽസ് സെലക്ട് ചെയ്ത്, ഒന്ന് ഡോമിനൻ്റ് ഒന്ന് റെസസീവ്. അതിൻ്റെ ഫ്രീക്വൻസീസ് ആണ് പിയും ക്യൂവും. സോ the frequency of alleles AA is equal to P square. Frequency of alleles AA equal to Q square. And frequency of alleles AA is equal to 2PQ. Hence, P square plus 2PQ plus Q square is equal to 1. When frequency differs from expected value, അപ്പോൾ ഈ 1 എന്നുള്ള വാല്യൂവിൽ നിന്ന് ഫ്രീക്വൻസിയുടെ വാല്യൂ ചേഞ്ച് ആയാൽ ദ ഡിഫറൻസ് ഓർ ദ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ്സ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് എവല്യൂഷണറി ചേഞ്ച്. അതായത് ആ കോൺസ്റ്റൻറ്റ് വാല്യൂ 1ൽ നിന്ന് എന്തെങ്കിലും ഒരു വേരിയേഷൻ വന്നാൽ, ആ വാല്യൂ ചേഞ്ച് വന്നാൽ അത് കാണിക്കുന്നത് എത്രമാത്രം എവല്യൂഷണറി ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്നാണ്. The frequency of occurrence of alleles of a gene remain fixed and same through generations. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ദാറ്റ് ഈസ്
ഒരു പോപ്പുലേഷനിൽ ഒരു ജീനിൻ്റെ അലീൽസിൻ്റെ ഫ്രീക്വൻസി സെയിം ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കും ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. എ ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് അലീൽസ് ബ്രിങ് അബൌട്ട് എവല്യൂഷൻ. അതായത് ഒരു പോപ്പുലേഷനിൽ ജീനിൻ്റെ അലീൽസിൻ്റെ ഫ്രീക്വൻസിയിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അതിൻ്റെ അർത്ഥം എവല്യൂഷൻ നടന്നു എന്നാണ്. എ ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് അലീൽസ് brings about evolution. Now, which are the factors affecting Hardy-Weinberg equilibrium? First one, ഇതിലും ഫാക്ടേഴ്സ് ഡാർവിനിയൻ തിയറിയിൽ നമ്മൾ ഫീച്ചേഴ്സ് പറയുന്ന പോലെ തന്നെ ഈ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിലെ ഫാക്ടേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദ ഫസ്റ്റ് ഫാക്ടർ ഇസ് ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ. അറ്റ്ലീസ്റ്റ് എക്സ്പ്ലനേഷൻ ഇല്ലെങ്കിൽ ടേംസ് എങ്കിലും നന്നായിട്ട് പഠിച്ചു വെക്കണം. Addition or removal of alleles when individuals join or leave a population from or to another locality causes gene flow. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കുറച്ച് ആൾക്കാർ, ഇപ്പോൾ നമ്മൾ റഷ്യയും ഉക്രൈനും ഇപ്പോൾ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഉക്രൈനിൽ കുറച്ച് പേര് പോളണ്ടിലേക്ക് പോയി. അപ്പോൾ അതൊരു ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു പോപ്പുലേഷനിൽ വിട്ട് കുറച്ച് ഇൻഡിവിജ്വൽസ് വേറെ പോപ്പുലേഷനിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം അങ്ങനെ ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് വേറൊരു ലൊക്കാലിറ്റിക്ക് ജീൻ ഫ്ലോ നടക്കുകയാണ്. അപ്പം അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കുറച്ച് അലീൽസ് ആഡ് ചെയ്തു പോകും, കുറച്ച് അലീൽസ് റിമൂവ് ആയിപ്പോവും. ദറ്റ് ഈസ് വേറെ ലൊക്കാലിറ്റിക്ക് അലീൽസ് കുറച്ച് ആഡപ്പ് ആവുകയാണ്. എന്നാലോ ഫസ്റ്റ് ലൊക്കാലിറ്റി, അതായത് അവരെവിടെ നിന്നാണോ പോകുന്നത് ആ ലൊക്കാലിറ്റിയിൽ നിന്ന് കുറച്ച് അലീൽസ് റിമൂവ് ആയിപ്പോയി. അപ്പം ഇതിനെയാണ് പറയുന്നത് ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ. അഡീഷൻ ഓർ റിമൂവൽ ഓഫ് അലീൽസ് when individuals join or leave a population, going from one locality to another locality causes gene flow. The second factor is genetic drift, ജനിതക ഒഴുക്ക്. The random changes in the gene frequency occurring by chance alone. അതായത് ജീൻ ഫ്രീക്വൻസിയിൽ റാൻഡമായിട്ട് ഡയറക്ഷൻലെസ്, അതായത് ഒരു സ്പെസിഫിക് ഡയറക്ഷൻ ഇല്ലാതെ ആക്സിഡൻ്റലി ഒരു ചേഞ്ച് വരികയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ജനറ്റിക് ഡ്രിഫ്റ്റ്. ദ റാൻഡം ചേഞ്ചസ് ഇൻ ദ ജീൻ ഫ്രീക്വൻസി ഒക്കറിങ് ബൈ ചാൻസ് എലോൺ, ഇതാണ് ജനറ്റിക് ഡ്രിഫ്റ്റ്. Then comes founder effect. It is an instance of genetic drift in human population. അപ്പോൾ ഹ്യൂമൻ പോപ്പുലേഷനിൽ നടക്കുന്നൊരു മൊമെൻ്റാണ്, ഒരു ഇൻസിഡൻ്റാണ് ജനറ്റിക് ഡ്രിഫ്റ്റ്. ദാറ്റ് ഈസ് കോൾഡ് ഫൗണ്ടർ എഫക്റ്റ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കോൾഡ് ഫൗണ്ടേഴ്സ് ലീവ് ദെയർ ഹോംസ് ടു ഫൈൻഡ് എ ന്യൂ സെറ്റിൽമെൻറ്റ്. ദ പോപ്പുലേഷൻ ഇൻ എ ന്യൂ സെറ്റിൽമെൻറ്റ് may have different genotype frequencies from that of the parent population. Formation of a different genotype in new settlement is called founder effect. അതായത് ഒരു പോപ്പുലേഷൻ വിട്ട് കുറച്ച് ഇൻഡിവിജ്വൽസ് വേറെ ലൊക്കാലിറ്റിയിലേക്ക് പോകുകയാണ്. അപ്പോൾ വേറെ ലൊക്കാലിറ്റിയിൽ പോകുമ്പോൾ ആ പോപ്പുലേഷനിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജീനോടൈപ്പാണ് അവർക്ക് ഉണ്ടാവുക. ആ പാരൻ്റ് പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ ജീനോടൈപ്പ്. അപ്പോൾ ഇവർ പുതിയ ലൊക്കാലിറ്റിയിലേക്ക് പോകുമ്പോൾ അവർ പുതിയൊരു സ്പീഷീസായി മാറും. ഇതിനെ പറയുന്നതാണ് ഫൗണ്ടർ ഇഫക്റ്റ്. അപ്പോൾ ആ പാരൻ്റ് പോപ്പുലേഷൻ, അതായത് ആദ്യം ഉണ്ടായിരുന്ന ലൊക്കാലിറ്റിയിലുള്ള പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് വേരിയേഷൻസ് അവർ ഇൻഹെറിറ്റ് ചെയ്തത് കൊണ്ടാണ്, ആ ഒരു എൻവയൺമെൻറ്റിൽ അവർ പറ്റാത്തത് കൊണ്ടാണ് അവർ വേറൊരു എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ വേറൊരു ലൊക്കാലിറ്റി
അന്വേഷിച്ചു പോയത്. ആൻഡ് അവിടെ അവർ കറക്റ്റായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നു, അവരെ സെറ്റിൽ ചെയ്യുന്നു, ആൻഡ് ദേ ആർ അഗെയിൻ ഒറിജിനേറ്റിംഗ് ഇൻ ടു ന്യൂ സ്പീഷീസ്. അപ്പോൾ ഇതിനെയാണ് ഫൗണ്ടർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹു ആർ ദ ഫൗണ്ടേഴ്സ് എന്ന് ചോദിച്ചാൽ ദ ഒറിജിനൽ ഡ്രിഫ്റ്റഡ് പോപ്പുലേഷൻ, അതായത് പാരൻ്റ് പോപ്പുലേഷനിൽ നിന്ന് വിട്ടുപോയ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്, ദേ ആർ കോൾഡ് ദ ഫൗണ്ടേഴ്സ്. So what is mutation? Mutation, the third factor affecting Hardy-Weinberg equilibrium. അതായത് ആ ഒരു ഇക്വിലിബ്രിയം, ആ കോൺസ്റ്റൻസിയെ ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മ്യൂട്ടേഷൻ, advantageous mutations lead to new phenotypes and over a few generations result in speciation. ഇപ്പം അഡ്വാൻറ്റേജസ് മ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ആ പോപ്പുലേഷനിന് ഫേവറബിൾ ആയിട്ടുള്ള ചേഞ്ചസ്, വേരിയേഷൻസ്, അതാണ് അഡ്വാൻറ്റേജസ് മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. ഈ മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ ഈ വേരിയേഷൻസ് കാരണം, ആ ജീനോടൈപ്പിൽ വരുന്ന ചേഞ്ചസ് കാരണം, ആ ജീൻസിൽ വരുന്ന ചേഞ്ച് കാരണം പുതിയ ഫീനോടൈപ്പ് ഉണ്ടായി. അത് ജനറേഷൻ ടു ജനറേഷൻ ട്രാൻസ്മിറ്റ് ചെയ്തു പോയി. അപ്പോൾ പുതിയ സ്പീഷീസ് ഉണ്ടായി. ഇതാണ് സ്പീസിയേഷൻ. ജനറ്റിക് റീകോമ്പിനേഷൻ, ദ ഫോർത്ത് വൺ. ഡ്യൂറിങ് ഗാമെറ്റോജെനസിസ്, അതായത് ഗാമേറ്റ് ഫോർമേഷൻ സ്പെം, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ സ്പെം ഫോർമേഷനും ഓവം ഫോർമേഷനും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗാമെറ്റോജെനസിസ് സമയത്ത് ദ വേരിയേഷൻസ് ഡ്യൂ ടു റീകോമ്പിനേഷൻ റിസൾട്ട് ഇൻ ന്യൂ ഫീനോടൈപ്സ്. അപ്പോൾ നിങ്ങൾ ക്രോസിംഗ് ഓവർ, റീകോമ്പിനേഷൻ, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിൽ നടക്കുന്ന ക്രോസിംഗ് ഓവർ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ക്രോമോസോമിൽ നിന്ന് ജീൻസ് അടുത്ത ക്രോമോസോമിലേക്ക് കൈമാറിപ്പോകുന്നത്, ജനറ്റിക് റീകോമ്പിനേഷൻ അല്ലേ, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഗാമെറ്റോജെനസിസ് സമയത്ത് ഉണ്ടാകുന്ന ഈ വേരിയേഷൻസ് റീകോമ്പിനേഷൻ കാരണം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് കാരണം ഫീനോടൈപ്സിൽ ചേഞ്ചസ് വരുന്നു. സോ ദിസ് ഇസ് ജനറ്റിക് റീകോമ്പിനേഷൻ. Then comes natural selection. Heritable variations that enable survival of the fittest will leave greater number of progeny. നമ്മൾ നേരത്തെ പറഞ്ഞ റിപ്പീറ്റഡ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഇപ്പോൾ നാച്ചുറൽ സെലക്ഷൻ കാരണം ഉണ്ടാകുന്ന 3 എഫക്ട്സ് എന്തെല്ലാം, അതിന് 3 ഗ്രാഫ് ഉണ്ട്. ഇത് ഒരിക്കലും നിങ്ങളെ കൊണ്ട് വരയ്ക്കാൻ പറയാറില്ല, ബട്ട് യു ഹാവ് ടു ഐഡൻറ്റിഫൈ വിച്ച് ടൈപ്പ് ഓഫ് എഫക്റ്റ് ഇറ്റ് ഇസ്, എന്ത് ടൈപ്പ് ഓഫ് ഗ്രാഫാണ്, വാട്ട് ഈസ് ദ ഗ്രാഫ് ഇൻഡിക്കേറ്റിംഗ്, അത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായി ചോദിക്കാറുള്ള ചോദ്യമാണ്. ആൻഡ് ദ ഫസ്റ്റ് എഫക്റ്റ് ഇസ് സ്റ്റെബിലൈസേഷൻ. സോ വാട്ട് ഈസ് സ്റ്റെബിലൈസേഷൻ ചോദിച്ചാൽ, ലാർജർ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് അക്വയർ മീൻ ക്യാരക്ടർ വാല്യൂ. അതൊരു ആവറേജ് ക്യാരക്ടർ കാണിക്കുന്നത് മോർ ദാൻ 50%, അതായത് കൂടുതൽ മെജോറിറ്റി ഇൻഡിവിജ്വൽസിൽ കാണിക്കുന്നത് ആവറേജ് ക്യാരക്ടർ. ഫോർ എക്സാമ്പിൾ ഹൈറ്റ് എന്ന് തന്നെ നമുക്ക് നോക്കാം. ഒരു 5.4 5 ഒരു ആവറേജ് ഹൈറ്റാണെന്ന് വയ്ക്കാം. അപ്പോൾ ഈ ഒരു ഹൈറ്റ് കാണിക്കുന്നത് മെജോറിറ്റി ആൾക്കാരുമാണ്. ഇപ്പോൾ മൈനോറിറ്റീസ് മാത്രമേ എബവ് 5.5 അതേമാതിരി ബിലോ 5.5. അപ്പോൾ അതാണ് സ്റ്റെബിലൈസേഷൻ. ദാറ്റ് ഈസ് ആവറേജ് അല്ലെങ്കിൽ മീൻ ക്യാരക്ടർ വാല്യൂ അക്വയർ ചെയ്യുന്നത് ലാർജർ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, കൂടുതൽ ആളുകൾ മീൻ ക്യാരക്ടർ വാല്യൂ അക്വയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആവറേജ് ക്യാരക്ടർ, മീഡിയം ക്യാരക്ടർ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ദ സെക്കൻഡ് എഫക്റ്റ് ഇസ് ഡയറക്ഷണൽ ചേഞ്ച്. അതെന്താ ചോദിച്ചാൽ, ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് അക്വയർ വാല്യൂ അതർ ദാൻ മീൻ ക്യാരക്ടർ വാല്യൂ. ഹൈറ്റ് തന്നെ നോക്കുകയാണെങ്കിൽ 5.5 എന്നുള്ള ഹൈറ്റ് അത് മീൻ ക്യാരക്ടർ വാല്യൂ ആണെങ്കിൽ, കൂടുതൽ ഇൻഡിവിജ്വൽസും ഏത് ക്യാരക്ടർ അക്വയർ ചെയ്യുന്നത്, ഇത് അല്ലാത്ത വാല്യൂ, ദാറ്റ് ഈസ് ഒന്നെങ്കിൽ കൂടുതലാവാം അല്ലെങ്കിൽ കുറവാവാം. അപ്പോൾ ആ വാല്യൂവിൻ്റെ താഴെയോ അല്ലെങ്കിൽ ആ വാല്യൂവിൻ്റെ എബവ്
കാണിക്കുന്ന ലാർജർ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, അങ്ങനത്തെ ഒരു എഫക്റ്റും വരാം. അപ്പോൾ ഇതിനെയൊക്കെ പറയുന്നതാണ് ഡയറക്ഷണൽ ചേഞ്ച്. ദറ്റ് ഈസ് മീൻ ക്യാരക്ടർ വാല്യൂ അല്ലാത്ത വാല്യൂസാണ് ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് അക്വയർ ചെയ്യുന്നത്. ദെൻ ദ തേർഡ് എഫക്റ്റ് ഇസ് ഡിസ്റപ്ഷൻ. ഡിസ്റപ്ഷൻ എഫക്റ്റ് എന്താ ചോദിച്ചാൽ, ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് അക്വയർ പെരിഫറൽ ക്യാരക്ടർ വാല്യൂ at both ends of the distribution curve. That is extreme value. അതായത് ഇപ്പോൾ ഹൈറ്റ് തന്നെ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഏറ്റവും ഹൈറ്റ് കൂടിയവൻ അല്ലെങ്കിൽ ഏറ്റവും ഷോർട്ട് അതായിരിക്കും ഇൻഡിവിജ്വൽസ് കാണിക്കുന്നത്. അതായത് ഒരു ആവറേജും അല്ല, ബിലോ ആവറേജും അല്ല, എബവ് ആവറേജ്, ടോപ്പ് വാല്യൂ. ദറ്റ് ഈസ് എക്സ്ട്രീം വാല്യൂസ്. അതാണ് പെരിഫറൽ ക്യാരക്ടർ വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറ്റ് ബോത്ത് എൻഡ്സ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ curve. Larger number of individuals acquire peripheral character value. അതായത് മീൻ ക്യാരക്ടർ വാല്യൂ അല്ല, മീൻ ക്യാരക്ടർ വാല്യൂ ബിലോവും എബവും അല്ല, രണ്ട് എൻഡാണ് അറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ കർവ്, എക്സ്ട്രീം വാല്യൂസാണ്. നമുക്കിനി ഗ്രാഫ് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് സ്റ്റെബിലൈസേഷൻ, സെക്കൻഡ് വൺ ഡയറക്ഷണൽ, തേർഡ് വൺ ഡിസ്റപ്ഷൻ. അപ്പോൾ നോക്കാം. Peak gets higher and narrow. First graph. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നോക്കാം. നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് ഫീനോടൈപ്പ് ആൻഡ് ദ y axis, x axis is straight. The phenotypes favored by natural selection. അതാണ് ഈ ഗ്രാഫ് കാണിക്കുന്നത്. Then medium-sized individuals are favored. ഇനി ആ മൂന്ന് ടൈപ്പ് എഫക്റ്റ് ആണത്. പീക്ക് ഗെറ്റ്സ് ഹയർ ആൻഡ് നാരോ. ഇപ്പോൾ എ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് സ്റ്റെബിലൈസിങ്. അതായത് ആവറേജ് വാല്യൂ ആണിത് ലാർജ് നമ്പർ ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അതാണ് പീക്ക് ഗെറ്റ്സ് ഹയർ ആൻഡ് നാരോ. ഇനി രണ്ടാമത്തെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ പീക്ക് ഷിഫ്റ്റ്സ് ഇൻ വൺ ഡയറക്ഷൻ. ഇപ്പോൾ മീൻ ക്യാരക്ടർ അല്ല, അതല്ലാത്തൊരു ക്യാരക്ടറാണ് കാണിക്കുന്നത്, അതായത് ഡയറക്ഷണൽ. ഒരു ഡയറക്ഷനിലേക്കാണ് ചെരിവ്. ദെൻ മൂന്നാമത്തെ നോക്കൂ, ടു പീക്ക് ഫോം, ഡിസ്റപ്റ്റീവ്. അതായത് രണ്ട് എക്സ്ട്രീം വാല്യൂസ് ആണത് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് കാണിക്കുന്നത്, ഡിസ്റപ്റ്റീവ്. അപ്പോൾ ഈ ഒരു പിക്ചർ നന്നായിട്ട് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തതാണ് ബ്രീഫ് അക്കൗണ്ട് ഓഫ് എവല്യൂഷൻ. ഇതിൽ നിങ്ങൾക്ക് പ്ലാന്റ് ഫോംസിൻ്റെ എവല്യൂഷനുണ്ട്, അനിമൽ ഫോംസിൻ്റെ എവല്യൂഷനുണ്ട്. ഇത് സാധാരണ എക്സ്പ്ലനേറ്ററി അല്ല, 1 മാർക്സിനും 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഫസ്റ്റ് സെല്ലുലാർ ഫോംസ് ഓഫ് ലൈഫ് അപ്പിയർഡ് അറൗണ്ട് 2000 million years ago. മില്യൺ ഇയേഴ്സ് എഗോൻ്റെ ഷോർട്ട് ഫോമാണ് MYA, മയ എന്ന് പറയും. ഇപ്പോൾ 2000 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യത്തെ സെല്ലുലാർ ഫോംസ് ഓഫ് ലൈഫ് ഉണ്ടായത്. അതായത് ഒരു സെല്ലിൻ്റെ രൂപത്തിൽ ഒരു ജീവൻ. Some of these cells are said to release oxygen by splitting water with the help of solar energy captured by light harvesting pigments. അപ്പോൾ ചില സെൽസ് ഓക്സിജൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയണം. എങ്ങനെ? വാട്ടർ മോളിക്യൂൾസിനെ എടുത്തു, സ്പ്ലിറ്റ് ചെയ്തു, സൺലൈറ്റും പിന്നെ ഉള്ള പിഗ്മെൻസും ഒക്കെ ഉപയോഗിച്ച് അതിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ഓക്സിജൻ റിലീസ് ചെയ്തു. സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ബിക്കെയിം മൾട്ടി സെല്ലുലാർ ലൈഫ് ഫോംസ്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഈ സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് എന്തായി? മൾട്ടി സെല്ലുലാർ ആയി. അങ്ങനെ ഉണ്ടായതാണ് എവല്യൂഷൻ ഓഫ് പ്ലാന്റ്. അപ്പോൾ ഈ പ്ലാന്റ്സ് ഉണ്ടായത്, അനിമൽസ് ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ, എത്രയോ കാലങ്ങൾക്ക് മുമ്പെയാണ് പ്ലാന്റ്സ് ഉണ്ടായത്. ബ്രയോഫൈറ്റ്സ് ഒറിജിനേറ്റഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് പ്രിപ്പയർ ചെയ്യായിരിക്കും നല്ലത്.
ഇത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ബ്രയോഫൈറ്റ്സ് ഒറിജിനേറ്റഡ് ഏർലിയർ ദാൻ ദ വാസ്കുലർ പ്ലാന്റ്സ് ലൈക്ക് ടെറിഡോഫൈറ്റ്സ് ആൻഡ് ജിംനോസ്പേംസ്. അതായത് ടെറിഡോഫൈറ്റ്സും ജിംനോസ്പെംസ് എന്ന വാസ്കുലർ പ്ലാന്റ്സ് ഉണ്ടാവുന്നതിന് എത്രയോ മുമ്പ് എന്തുണ്ടായി? ബ്രയോഫൈറ്റ്സ്. ഇപ്പോൾ ബ്രയോഫൈറ്റ്സ് ഉണ്ടായതിനു ശേഷമാണ് ടെറിഡോഫൈറ്റ്സും ജിംനോസ്പെംസ് എല്ലാം ഉണ്ടായത്. The first vascular plants developed in Silurian period. ഇപ്പോൾ ഈ ആദ്യത്തെ ദാറ്റ് ഈസ് ഈ ടെറിഡോഫൈറ്റ്സ് ആൻഡ് ജിംനോസ്പെംസ് എന്ന വാസ്കുലർ പ്ലാന്റ്സ്, ആ വാസ്കുലർ പ്ലാന്റ്സിൻ്റെ ആദ്യ രൂപം ഏത് പീരീഡിലാണ് ഉണ്ടായത്? സിലൂറിയൻ പീരീഡ്. സീവീഡ്സ് ആൻഡ് ഫ്യൂ പ്ലാന്റ്സ് എക്സിസ്റ്റഡ് അറൌണ്ട് 320 million years ago. ഇപ്പോൾ 320 വർഷങ്ങൾക്ക് മില്യൺ ഇയേഴ്സ് എഗോ ആണ് എന്തുണ്ടായത്? സീവീഡ്സും ചില പ്ലാന്റ്സ്. Giant ferns, pteridophytes, were present, but they all fell to form coal deposits slowly. അപ്പോൾ ഈ സമയത്ത് ജയൻറ്റ് ഫേൺസ് ടെറിഡോഫൈറ്റ്സും ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം എന്തായി? ഭൂമിയുടെ അടിയിൽ അങ്ങനെ പെട്ടുപോയി, അങ്ങനെ കോൾ ഡെപ്പോസിറ്റ് ആയി എന്നാണ് പറയുന്നത്, കൽക്കരി. ഇതാണ് ആ ടേബിള്. അപ്പോൾ സിലൂറിയൻ പീരീഡ് ഉണ്ട്, ഏറ്റവും ലാസ്റ്റാണ് ആ പീരീഡ്. Then comes evolution of animals. Around 500 million years ago, invertebrates originated and were active. 500 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ നട്ടലില്ലാത്ത ജീവികൾ, ഇൻവെർട്ടിബ്രേറ്റ്സ്, നമ്മൾ +1 പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പോളിഫറ, സീലൻഡ്രേറ്റ, ആസ്കൽമെന്തസ്, നെമാത്തിൽമെന്തസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഹെമികോർഡേറ്റ വരെ. അങ്ങനെ ഈ ഇൻവെർട്ടിബ്രേറ്റ്സ് എല്ലാം എപ്പോഴാണ് ഉണ്ടായത്? 500 million years ago. ഇതും ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചാൽ നല്ലത്. ഫസ്റ്റ് ഉണ്ടായത് ഇൻവെർട്ടിബ്രേറ്റ്സ് 500 million years ago. സെക്കൻഡ് വൺ ജോലെസ് ഫിഷ്, നോക്കുക, പ്രൊബബ്ലി ഇവോൾവ്ഡ് അറൌണ്ട് 350 million years ago. കണ്ടോ, ഇൻവെർട്ടിബ്രേറ്റ്സിന് ശേഷം ജോലെസ് ഫിഷ് ഉണ്ടായി. പിന്നെ ഫിഷ് വിത്ത് സ്റ്റൗട്ട് ആൻഡ് സ്ട്രോങ് ഫിൻസ് കുഡ് മൂവ് ഓൺ ലാൻഡ് ഫോർ സം ഡിസ്റ്റൻസ് ആൻഡ് കുഡ് ഗോ ബാക്ക് ഇൻ വാട്ടർ. ലോബ് ഫിൻ ഫിഷ് called coelacanth was caught in the Sea of South Africa. It was previously thought to be extinct. This proved that the first amphibians that lived both on land and water were evolved from lobe fins. അപ്പോൾ ഇതിൽ ചോദിക്കാൻ നല്ല സാധ്യത, നല്ല സ്കോപ്പുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ദാറ്റ് ഈസ് സ്റ്റൗട്ട് ആൻഡ് സ്ട്രോങ് ഫിൻസ്. എന്തിനാണ് ഈ ഫിൻസ് ഇത്രയും സ്റ്റൗട്ടും സ്ട്രോങ് ആയത്? കാരണം അവർക്ക് ലാൻഡിലൂടെ മൂവ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്ഥലത്ത് വെള്ളം ഏകദേശം വറ്റിയെന്ന് കണ്ടാൽ അവർ ലാൻഡിലൂടെ, അണ്ടർഗ്രൗണ്ട് ദാറ്റ് ഈസ് മണ്ണിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോയി അടുത്ത വെള്ളമുള്ള സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ഈ മണ്ണിലൂടെ നീങ്ങാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഫിൻസ് സ്ട്രോങ് ആയത്, സ്റ്റൗട്ട് ആൻഡ് സ്ട്രോങ് ആയത്. അപ്പോൾ ഈ ഫിൻസ്, അതായത് കരയിൽ കാണും, വെള്ളത്തിലും ജീവിക്കും. ഇത് സൗത്ത് ആഫ്രിക്കയുടെ കടലിൽ കാണുന്ന ഒരു ഫിഷാണ്. ഇത് ഒരു ലോബ് ഫിൻ ഫിഷാണ്. ഇതിൻ്റെ പേരാണ് സീലകാന്ത്. അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ ആംഫീബിയൻസ്, അതായത് കരയിലും വെള്ളത്തിലും ജീവിക്കുന്നത്, ഉഭയജീവികൾ എന്ന് പറയും. അപ്പോൾ ഈ ആംഫീബിയൻസ് ഉണ്ടായത് ഈ ലോബ് ഫിൻസ് എന്നാണെന്നാണ് പറയുന്നത്. കാരണം ഈ ലോബ് ഫിൻസ് അങ്ങനെയാണ്, കരയിലും കാണും, വെള്ളത്തിലും ജീവിക്കും. So the first amphibians originated from lobe fins. അപ്പോൾ ഇത് പണ്ട് എക്സ്റ്റിങ്ക്റ്റ് ആണെന്നാണ് വിചാരിച്ചത്. കുറേ വർഷങ്ങൾക്ക് മുമ്പേ അത് ഇല്ലാതായി എന്ന് വിചാരിച്ചു. പക്ഷെ അതിപ്പോഴും സൗത്ത് ആഫ്രിക്കയുടെ കടലിലൊക്കെ ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഇത് നാഷണൽ ജിയോഗ്രാഫിക് ചാനൽ സ്ഥിരമായി കാണിക്കുന്നുണ്ട് ഇത്. അപ്പോൾ ലോബ് ഫിൻസ് were the ancestors of modern day frogs and salamanders. അപ്പോൾ മോഡേൺ ഡേ ഫ്രോഗ്സ് ആൻഡ് സലമാൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആംഫീബിയൻസ്. ഇപ്പോൾ ആംഫീബിയൻസിൻ്റെ ഒക്കെ ആൻസിസ്റ്റർ ആരാണ് ചോദിച്ചാൽ ലോബ് ഫിൻസ്. ഈ ആംഫീബിയൻസിൽ നിന്നാണ് റെപ്റ്റൈൽസ് ഉണ്ടായത്. ഇപ്പോൾ റെപ്റ്റൈൽസ് കുറച്ചുകൂടി ഡെവലപ്ഡ് ആണെന്ന് കാണിക്കാൻ എന്താണ്, റെപ്റ്റൈൽസിൻ്റെ എഗ്ഗ് എങ്ങനെയാണ്? തിക്ക് ഷെൽഡാണ്.
ആംഫീബിയൻസിൻ്റെ എഗ്സ് സോഫ്റ്റാണ്, ഷെല്ലില്ല, വെള്ളത്തിൻ്റെ അടിയിലാണത് ലേ ചെയ്യാറുള്ളത്. അപ്പോൾ റെപ്റ്റൈൽസിൻ്റെ എഗ്സ് എങ്ങനെയായി? തിക്ക് ഷെൽഡായി. അപ്പോൾ എന്തായി? അപ്പോൾ അവർക്ക് വെയിലത്ത്, ദാറ്റ് ഈസ് ലാൻഡിലെ എഗ്സ് ലേ ചെയ്താൽ അത് വെയിലത്ത് ഉണങ്ങിപ്പോവില്ല. അപ്പോൾ റെപ്റ്റൈൽസ് ഒക്കർ ടുഡേ ഇൻ ദ ഫോം ഓഫ് മോഡേൺ ഡേ ഡിസെൻഡൻസ്. അപ്പോൾ എങ്ങനെയാണ്? ടേർട്ടിൽസ് കടലാമകളായിട്ട്, ലിസേർഡ്സ് പല്ലികളായിട്ട്, പാമ്പുകളായിട്ട്, സ്നേക്സ്, പിന്നെ ടോട്രോസുകളായിട്ട്, പിന്നെ ടോർട്ടോയ്സസ്, എന്താ പറയുക, ആമയായിട്ട്, ക്രൊക്കഡൈൽസ്. അപ്പോൾ ഈ ഫോംസിലൊക്കെ ഇപ്പോഴത്തെ റെപ്റ്റൈൽസിനെ കാണാം. ഇതാണ് ആ ടേബിൾ. കണ്ടോ? ഇതാണ് പീരീഡ്സ്. സൈഡിൽ കണ്ടോ? ക്വാട്ടേണറി, ടെർഷറി, ക്രെട്ടേഷ്യസ്, ജുറാസിക്, ട്രയാസിക്, പെർമിയൻ, കാർബോണിഫറസ്. അപ്പോൾ ഈ ഓരോ പീരീഡ്സിൽ എന്തൊക്കെ ഉണ്ടായെന്ന് കാണാം, ശരിക്കും കാണാം. കണ്ടോ? ഡൈനോസേഴ്സ് അവിടെ എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോ ടെർഷറി ആകുമ്പോഴേക്കും. കണ്ടോ? ഏർലി റെപ്റ്റൈൽസ് എക്സ്റ്റിങ്ക്റ്റ്. Sauropsids, synapsids, pelycosaurs, thecodons, therapsids, dinosaurs. ഇതാണ് ഓരോ ജിയോളജിക്കൽ പീരീഡ്സിൽ എവല്യൂഷൻ ഓഫ് വെർട്ടിബ്രേറ്റ്സ്. അപ്പോൾ നോക്കാം. Around 200 million years ago, reptiles dominated the earth. അപ്പോൾ 200 വർഷങ്ങൾക്ക് മുമ്പ് ഈ റെപ്റ്റൈൽസ് ആയിരുന്നു ഹോൾ എർത്ത് ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരായിരുന്നു ഭരണം. The land reptiles were dinosaurs, of which Tyrannosaurus rex was biggest. ഇതാ ജുറാസിക് പേര്. ജുറാസിക് പാർക്ക് എന്ന ഫിലിമിൽ ആ ടിറാനോസോറസ് റെക്സിനെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ തിയറീസ് കുറേ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോഴും റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടിറാനോസോറസ് റെക്സ് അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് വേറെ കഥ. എന്നാലും നമ്മുടെ സിലബസ് പ്രകാരം നമ്മൾ ഫോളോ ചെയ്യും. അപ്പോൾ ഇത് 20 feet in height with huge dagger like earth. But the huge land reptile were the dinosaurs. അതിലേറ്റവും എന്താ ക്രൂവലായിട്ടുള്ളത്, അല്ലെങ്കിൽ വളരെ ഹാർഷായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫ്ലഷ് ഈറ്റിംഗ്, അതാണ് ടിറാനോസോറസ് റെക്സ്. But dinosaurs suddenly disappeared around 65 million years ago. അപ്പോൾ പെട്ടെന്നാണ് ഈ ഡൈനോസോഴ്സ് എല്ലാം ഇല്ലാതായി എന്ന് പറയുന്നത്. അപ്പോൾ കുറേ തിയറീസ് ഇതിന് പറയുന്നുണ്ട്. അതായത് മീറ്റിയോഴ്സ് ഉണ്ടായി എന്ന് പറയുന്നത്. പിന്നെ പല സ്ഥലത്തും വോൾക്കാനിക് എറപ്ഷൻസ് കാരണം ഒരുപാട് ഡസ്റ്റ് ആൻഡ് സൂട്ട് ആൻഡ് സ്മോക്ക് ഉണ്ടായി. അപ്പോൾ ശ്വാസം കിട്ടാത്ത കാരണം കുറേ പോയി എന്ന് പറയുന്നുണ്ട്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ചസ്, ദാറ്റ് ഈസ് ഐസ് ഏജ് വന്ന കാരണം ഡൈനോസോഴ്സ് പോയി എന്ന് പറയുന്നുണ്ട്. പിന്നെ കുറേയൊക്കെ ഡൈനോസോഴ്സ് എവല്യൂഷൻ നടന്ന് ബേർഡ്സായി പോയി എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ തിയറീസ് ഉണ്ട്. Then comes origin of mammals. The first mammals were shrew-like, rat-like, terrestrial insectivores. അപ്പോൾ ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ ഈ സെക്ഷനിൽ നമുക്ക് ഹ്യൂമൻ എവല്യൂഷനും കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു കുട്ടികളെ.